നാലാമത് വുമൺസ് പ്രീമിയർ ലീഗ് ബാംഗ്ലൂരിന് തുടർച്ചയായ രണ്ടാം തവണയും ഡൽഹിയെ തോൽപ്പിച്ച് ബാംഗ്ലൂർ തങ്ങളുടെ രണ്ടാമത്തെ കിരീടം നേടിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും ഫൈനലിൽ ബാംഗ്ലൂർ തോൽപ്പിച്ചത് ഡൽഹിയെ തന്നെയായിരുന്നു. ഇത്തവണയും ഡൽഹിയെ തോൽപ്പിച്ച് ബാംഗ്ലൂർ വീണ്ടും കിരീടം നേടി. ഫൈനലിൽ സ്മൃതി മദാന നടത്തിയ ബാറ്റിംഗ് വിസ്ഫോടനമാണ് ബാംഗ്ലൂരിനെ കിരീടത്തിൽ എത്തിച്ചത്. ഫൈനലിൽ ടോസ് നേടിയ RCB ഡൽഹിയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഡൽഹി 204 റൺസാണ് അടിച്ചുകൂട്ടിയത്. ഫൈനലിൽ ഡൽഹിക്ക് വേണ്ടി ബാറ്റിങ്ങിനിറങ്ങിയ എല്ലാ താരങ്ങളും മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്. ഡൽഹി കപ്പ് നേടുമെന്ന് ഉറപ്പിച്ച സ്കോർ തന്നെയായിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ കണ്ടത്. 200-ന് മുകളിൽ ഫൈനലിൽ ചേസ് ചെയ്യുക പ്രയാസമെന്നാണ് ഏവരും കരുതിയത്. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് സ്മൃതിയുടെ ബാറ്റിംഗാണ് RCBക്ക് കപ്പ് സമ്മാനിച്ചത്. ഡൽഹിക്ക് വേണ്ടി ലീയും ഷെഫാലി വർമ്മയും ചേർന്ന് മികച്ച തുടക്കം തന്നെയാണ് നൽകിയത്. 6 ഓവറിൽ 49 റൺസാണ് ഇരുവരും അടിച്ചുകൂട്ടിയത്. അതിനുശേഷം ഷെഫാലിയാണ് ആദ്യം പുറത്തായത്. ഷെഫാലിക്ക് ശേഷം ക്രീസിലെത്തിയ വൾവട്ടും മികച്ച ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്. 25 പന്തിൽ നിന്ന് 44 റൺസാണ് താരം നേടിയത്. അവസാന ഓവറുകളിൽ ജിമ്മിയും ഹെൻറിയും നടത്തിയ വെടിക്കെട്ടാണ് ഡൽഹിയെ 200 കടത്തിയത്. ജിമ്മി 37 പന്തിൽ 57 റൺസും ഹെൻറി 15 പന്തിൽ നിന്ന് 35 റൺസും നേടി. 205 റൺസ് വിജയലക്ഷ്യമായി ബാറ്റിംഗിനിറങ്ങിയ RCBക്ക് തുടക്കത്തിൽ തന്നെ വിക്കറ്റ് നഷ്ടമായി. രണ്ടാമത്തെ ഓവറിൽ തന്നെ 9 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടയിൽ ഓപ്പണറെ നഷ്ടമായി. ഓപ്പണർ ഹാരിസ് 7 പന്തിൽ നിന്ന് 9 റൺസ് എടുത്ത് പുറത്തായി. പിന്നീട് ക്രീസിലൊരുമിച്ച മദാനയും വോളും ചേർന്നാണ് RCBയെ വിജയതീരത്ത് അടുപ്പിച്ചത്. വോൾ 54 പന്തിൽ നിന്ന് 79 റൺസും സ്മൃതി മദാന 41 പന്തിൽ നിന്ന് 87 റൺസും നേടി. 6 പന്തിൽ നിന്ന് 6 റൺസ് മാത്രം നേടിയ ഋഷി ഘോഷിന് കാര്യമായ സംഭാവനയൊന്നും നൽകാനായില്ല. അവസാനം ഡിക്ലർക്കും രാധ യാദവും ചേർന്നാണ് RCBയെ വിജയത്തിലെത്തിച്ചത്. രാധ 5 പന്തിൽ നിന്ന് 12 റൺസും ഡിക്ലർക്ക് 5 പന്തിൽ നിന്ന് 7 റൺസും നേടി. സ്മൃതി പുറത്തായ തൊട്ടടുത്ത പന്തിൽ തന്നെ മിന്നുമണി രാധയുടെ ക്യാച്ച് നഷ്ടപ്പെടുത്തി. അത് RCBക്ക് കിരീടം നേടാൻ സഹായിച്ചു. മെൻസ് കിരീടവും വുമൺസ് കിരീടവും ഒരേ സമയത്ത് കൈവശം വയ്ക്കുന്ന ഏക ഫ്രാഞ്ചൈസിയായി മാറി RCB. തുടർച്ചയായ 4ാം ഫൈനലിൽ തോൽവി അറിഞ്ഞു.